നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് ഒരു ചായ. ചായ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് തരത്തിലുള്ള ചായ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ തരാം. അതായത് ലെയർ ടീ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ചായകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാൽപ്പൊടി വെച്ചിട്ടുള്ള ചായ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇപ്പോൾ ഇത്ര വലിയ കാര്യമായിട്ടൊന്നല്ലേ? പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ പാൽ ആവശ്യത്തിന് കിട്ടിയെന്ന് വരില്ല, പുറത്ത് പോയി വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഉള്ളത് ചിലപ്പോൾ പാൽപ്പൊടി ആയിരിക്കാം. പാൽപ്പൊടി വെച്ചിട്ട് ചിലപ്പോൾ ശരിക്കും ചായ ഉണ്ടാക്കാൻ അറിയാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് പാൽപ്പൊടി വെച്ചിട്ടുള്ള ചായ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഫ്രോസൺ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറാത്ത ഞാൻ ഫ്രോസൺ ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ ഫ്രോസൺ ചപ്പാത്തിന് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് ചപ്പാത്തിയൊക്കെ ഫ്രോസൺ ആക്കി എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പെട്ടെന്ന് നമുക്ക് വിശപ്പ് തോന്നുമ്പോൾ കുട്ടികൾ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുത്താൽ മതിയാവും. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ, ഒന്ന് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് പാൽപ്പൊടി വെച്ചിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ചായ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാൽപ്പൊടി ചേർത്തിട്ടുള്ള ചായ ഉണ്ടാക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ ചായ സെർവ് ചെയ്യാൻ പോകുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, 2 ഗ്ലാസ് ചായയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ 1 ഗ്ലാസ് ആദ്യം തന്നെ അളന്നിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വീണ്ടും 1/4 ഗ്ലാസ് 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് 2.25 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഈ ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നിഡോയുടെ പാൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ഏത് ബ്രാൻഡാണെങ്കിലും ഉപയോഗിക്കാം. 2 ഗ്ലാസ് ചായ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഈ പാൽപ്പൊടി ആദ്യം തന്നെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവസാനം ചായയിൽ ഒഴിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് പാൽപ്പൊടി ആയിട്ട് ഒരിക്കലും ചായ തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഓക്കെ, എന്നിട്ട് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് ചായ ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി, അതാണ് അതിൻ്റെ ഒരു കണക്ക്. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് പാൽപ്പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ, അതെല്ലാം ഡിപ്പെൻസ് ആണ്. പാൽപ്പൊടി കൂടും തോറും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു വല്ലാത്തൊരു കുത്ത്, അതായത് പാലിൻ്റെ ഒരു ചുവ എന്ന് പറയില്ല നമ്മൾ, ഈ പാൽപ്പൊടിയുടെ ചുവ അങ്ങനെ മുന്നോട്ട് നിൽക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇതും കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതിയാകും. നോർമൽ വെള്ളത്തിൽ നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ പാൽപ്പൊടി വെച്ചിട്ടുള്ള പാൽ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് വെള്ളം തിളപ്പിക്കുക. നന്നായി വെള്ളം തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് വേണം ഇതിലോട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കാൻ. അപ്പം നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ലൂസായിട്ടുള്ള ചായപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ, ചായയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് ചായയിലേക്ക് പകരമായിട്ട് ടീ ബാഗ് ഒരു 2-3 ടീ ബാഗ് ഇട്ട് കൊടുത്താൽ മതിയാകും. എനിക്ക് ചെറുപ്പത്തിലേക്ക് ഈ പാൽപ്പൊടി ചായനെ കുറിച്ച് അറിയേ ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ ഇങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ ഇതേപോലെ ആരെങ്കിലും വീട്ടിലൊക്കെ വിരുന്നിനൊക്കെ പോകുമ്പോൾ ചില വീടുകളിൽ പോയി ചായ കുടിച്ച് കഴിഞ്ഞാൽ വേറൊരു വാസനയും വേറൊരു ടേസ്റ്റുമാണ്. സത്യം പറയാൻ എനിക്ക് അന്ന് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയും എന്ത് ഈ ചായക്ക് ഇങ്ങനത്തെ ഒരു ടേസ്റ്റ്? അപ്പോൾ അമ്മ പറയും മോളെ അത് പാൽപ്പൊടി വെച്ചുണ്ടാക്കിയ ചായയാണെന്ന് പറയും. അപ്പോൾ അത് മിക്കവാറും ഗൾഫുകാരുടെ വീട്ടിലത്തെ ചായ ആയിരിക്കും. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിഡോ ഒക്കെ, അതായത് പാൽപ്പൊടിയൊക്കെ സാധാരണ ഗൾഫുകാരുടെ വീട്ടിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ അതൊരു കൗതുകമായിരുന്നു. പിന്നെയാണ് ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ മനസ്സിലായത്. പ്രത്യേകിച്ചും ഈ പുറത്ത് ദുബായിലൊക്കെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഈ ചായ കുടിച്ച് ശീലിച്ചത്. മിക്കവാറും നമ്മൾ നല്ല പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അഥവാ എന്തെങ്കിലും കാരണവശാൽ പാലൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പാൽപ്പൊടി വെച്ചിട്ടുള്ള ചായ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഞാൻ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ നിഡോ വാങ്ങിച്ച് വെക്കും. കാരണം ജാൻചേട്ടനൊക്കെ ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട്. അതാണ് എനിക്ക് പാൽപ്പൊടി ചായ ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായി തിളക്കട്ടെ കേട്ടോ. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മസാല ചായ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളത്തിലേക്ക് ഈ മസാലയുടെ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി മസാല ചായ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എന്തായാലും സാധാരണ ചായ തന്നെ ഉണ്ടാക്കുന്നത്, മസാല ചായ അല്ല ഉണ്ടാക്കുന്നത്. വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചായയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ചായയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട കടുപ്പനുസരിച്ച് ചായയിലയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം കേട്ടോ. അത് കാരണം ഓരോരുത്തർക്ക് അതിൻ്റെ വ്യത്യാസം ഉണ്ട്. ചിലർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് മീഡിയം ആയിരിക്കും, ചിലർക്ക് ഒട്ടും തന്നെ കടുപ്പ് ഇഷ്ടമല്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇനി നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. നന്നായി തിളക്കട്ടെ. അതിന് ശേഷം മാത്രം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായി തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായി ഒന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്കങ്ങ് അരിച്ചെടുക്കാം. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇത്ര തിളച്ചാൽ മതിയാകും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതങ്ങ് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് ആറ്റിയെടുക്കാം. ചായ ആറ്റി കഴിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അങ്ങ് ആറ്റിയെടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് ചായക്ക് 2 ഗ്ലാസ് വെള്ളം എടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഒന്നും തിളപ്പിച്ചില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി വെള്ളം കൂടുതലെടുത്തത്. പിന്നെ ഈ ചായപ്പൊടിയിലും കുറച്ച് ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു കണക്കാണ് ഞാൻ 2 ഗ്ലാസ് എന്ന് പറയാൻ കാരണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങ് ആറ്റിയെടുക്കാം. അങ്ങനെ നല്ല കടുപ്പമുള്ള പാൽപ്പൊടി വെച്ചിട്ടുള്ള ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാം. പാൽ ചായയുടെ പോലെ, സാധാരണ ചായയുടെ പോലെ ഇങ്ങനെ പതിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിന്. അങ്ങനെ കടുപ്പമുള്ള പാൽപ്പൊടി ചേർത്തിട്ടുള്ള ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലില്ലാത്തവർ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയുക. അപ്പോൾ ഒരു ചായ കുടിക്കട്ടെ കേട്ടോ. എനിക്ക് പറ്റിയ കടുപ്പമാണ്, എനിക്ക് പറ്റിയ മധുരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പാൽ ചായ വെച്ച് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ പാൽപ്പൊടി വെച്ചിട്ട് നന്നായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്